അപ്പോൾ നിമേഷ്, അപ്പോൾ റൊണാൾഡോൻ്റെ പോർച്ചുഗലിൻ്റെ അവസ്ഥ നമ്മൾ അറിഞ്ഞു അല്ലേ, വല്ല ബ്രസീലിനെയും അറിഞ്ഞു. അപ്പം നമുക്കിനി അർജൻറ്റീനയെ മറക്കാൻ പറ്റില്ലല്ലോ. അല്ല, അത് പറ്റില്ല. അപ്പോൾ എന്താണ് അർജൻറ്റീനയെ കുറിച്ച് ചിന്തിക്കുന്നത്? കപ്പടിക്കോ? കപ്പൊന്നുമില്ല, അവർ പാർട്ടിക്കാൻ പോണം. എന്ത് പാർട്ടി? മയാമി കപ്പടിച്ചിട്ട് പാർട്ടി അടിക്കും? അല്ലല്ല, ഇത് അതല്ല തന്നെ. ഇത് അവരുടെ ആ ഫുൾ വേൾഡ് കപ്പിൽ മെസ്സിയുടെ വീട്ടിൽ മയാമിയിൽ അവരുടെ പാർട്ടിയാണ്, അത്രേ ഉള്ളൂ. ബിക്കോസ് അവർ കപ്പടിക്കലത് ജയിച്ചു. അവർക്ക് ഇനിയിപ്പോൾ ഒരു ഫയറും ഇല്ല, ഒരു ഹങ്കറും ഇല്ല. ആർക്ക് വേണ്ടിയിട്ടപ്പോൾ കളിക്കാൻ പോകണം? മെസ്സിക്ക് കിട്ടാനുള്ളത് കിട്ടി. രണ്ടാമതൊരു വേൾഡ് കപ്പ്. പിന്നെ അതൊന്നും പറ്റില്ല. ബിക്കോസ് ഒന്ന് അവർക്കൊക്കെ, ഞാൻ ശരിക്കും കാര്യം പറയട്ടെ, ആ ടീമിന് ഒരു ലാസ്റ്റ് വേൾഡ് കപ്പ് കളിക്കുമ്പോൾ അതൊരു ശരിക്കുള്ള ഒരു സെനാറിയോ അങ്ങോട്ട് കിട്ടിയെന്നേ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വേൾഡ് കപ്പ് ഡിസംബറിലാണ് കളിച്ചത്. കൂൾ ക്ലൈമറ്റ്, ഓടാൻ പറ്റും. മെസ്സിക്ക് അത്ര വലിയ ഒരു പ്രഷറും ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ എന്താ പറയുക, ഓടണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഭാഷ അവർ കളിക്കണത് അമേരിക്കയിലാണ്. ആ ടീമിൻ്റെ അഗെയിൻസ്റ്റ് ഒരു നല്ല ഒരു ലോ ബ്ലോക്ക്, ഒരു വേൾഡ് കപ്പിൽ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ബട്ട് സ്റ്റിൽ കോസ്റ്ററീക്കയോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ടീം തന്നെ ലോ ബ്ലോക്ക് ഇട്ട് കളിച്ചിട്ടുണ്ട് വെച്ചാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ കൗണ്ടറിൽ അടിച്ച് അവർ അങ്ങോട്ട് തകർത്തോളും. ബിക്കോസ് ലാസ്റ്റിൽ എന്തുണ്ടാവാൻ പോണേ, ഇത്ര ഹൈ ടെമ്പറേച്ചറിൽ ഒരു 70-60 മിനിറ്റ്സ് ഒക്കെ ഓടൽ കഴിഞ്ഞിട്ട് വെച്ചാൽ ആ പഴയ മിഡ്ഫീൽഡ് തന്നെ ഫസ്റ്റ് അവർ ഫോമിലല്ല. മെക്കാലിസ്റ്റർ ലിവർപൂളിനൊന്നും ചെയ്തിട്ടില്ല, എൻസോ ഫെർണാണ്ടസ് ചെൽസിക്ക് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർക്കൊന്നും ഓടാനൊന്നും പറ്റില്ല. വെച്ചാൽ ഓടിയാലും കൺവേർട്ട് ചെയ്യാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് അതൊക്കെ പോട്ടെ, ഞാൻ ഇതാ പറയണേ, ദേ ആർ ഇൻ എ ഹാപ്പി ഗോ മോഡ്. ലൈക്ക് US വന്നു, കുറച്ച് എൻജോയ് ചെയ്യുക, പാർട്ടി ചെയ്യുക, കിട്ടാളത് കിട്ടി, പിന്നെ വീട്ടിലേക്ക് പോകാം, അത്രയാണ്. അല്ല, ഞാൻ ആലോചിക്കുന്നത് അറിയോ, ഇപ്പം ഇത് മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പാണ്. അതെ, ഓക്കെ. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ എങ്ങനെയാണോ കളിച്ച് അതേപോലുള്ളൊരു ഹങ്കർ കുറവായിരിക്കും, കാരണം ഒരു കപ്പ് നേടി. പക്ഷെ എന്നാലും കൂടിയിട്ടും ഇവർ ടീമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവരൊരു ഫാമിലിയെ പോലെയാണ്, ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ്. അപ്പോൾ മെസ്സി വന്ന് പറഞ്ഞാൽ അവിടെ യുദ്ധം വരെ ചെയ്യാനുള്ള ആ ഒരു മെൻറ്റാലിറ്റിയാണ് ടീമിനുള്ളത്. അപ്പോൾ അത്രയും ഇങ്ങനെ മെൻറ്റാലിറ്റി ടീമിനോട് മെസ്സി പറയാണ്, ഗൈസ് നമുക്ക് ഇത്തവണ അടിക്കണം നമ്പർ 2 ആയിട്ട്. മറഡോണക്കോ പറ്റിയില്ല. മറഡോണ ഇതുപോലെ 86 കപ്പടിച്ച ശേഷം പിറ്റത്തതിൽ ഫൈനലിൽ തോറ്റു. അപ്പം അതുപോലെയല്ല, ഇത്തവണ നമുക്ക് ഇടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടീമായിട്ട് മാറാൻ പറ്റും. പറയുമ്പോൾ നീ നോക്ക്, ഇതൊരു വലിയൊരു ടീമൊന്നുമല്ല. അർജന്റീനയുടെ ചരിത്രത്തിൽ പോലും ഇത്രയും എന്താ പറയുക, ഇതിനേക്കാൾ എത്രയോ നല്ല ടീമുകൾ വന്നിട്ടുണ്ട് അല്ലേ. എന്നിട്ടും കഴിഞ്ഞ വർഷം വേൾഡ് കപ്പ് എടുത്തെന്ന് പറഞ്ഞാൽ അത് മെയിനായിട്ട് മെസ്സി കളിച്ചു. മെസ്സിയുടെ കൂടെ ആ മൊത്തം ടീം ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് ഒരേ മനസ്സോട് കൂടിയിട്ട് ഒരേ ഗോളിലോട്ടുള്ള ആ ഒരു ഗെയിമായിരുന്നു. അതുകൊണ്ടാണ് ഈ ടീംസിൽ ഒന്നും മിഡ്ഫീൽഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളൊരു ടീമിനോട് കമ്പാരിസൺ പോലും ഇല്ല. അർജന്റീനയുടെ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയുക, അത്രയും ടോപ്പ് ക്ലാസ് ഒന്നുമല്ല. ഫ്രാൻസിൻ്റെ മിഡ്ഫീൽഡ് നോക്ക്, സ്പെയിനിൻ്റെ മിഡ്ഫീൽഡ് നോക്ക് അല്ലേ, പോർച്ചുഗലിൻ്റെ മിഡ്ഫീൽഡ് നോക്ക്, ബ്രസീൽ പറയണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, എന്നിട്ടും ആ ടീം ജയിക്കണമെങ്കിൽ ആ ടീമിൻ്റെ ആ ഒരു തയ്യാറെടുപ്പും ആ ഒരു പ്രതിബദ്ധത, ആ ഒരു കമ്മിറ്റ്മെൻറ്റ് എനിക്ക് തോന്നണില്ല അത് അത്ര പെട്ടെന്ന് വിട്ടുപോകുന്ന എനിക്ക് തോന്നുന്നില്ല. അല്ല, കമ്മിറ്റ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ പറയില്ല, അത് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യില്ല. ബട്ട് ഞാൻ എന്താ പറയുക വെച്ചാൽ, ആ കമ്മിറ്റ്മെൻ്റ് കൊണ്ട് ഒരു ലെവൽ വരെ എത്താൻ പറ്റുള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ അന്ന് മെക്കാലിസ്റ്റർ ബ്രൈറ്റണിന് കളിക്കണം, എൻസോ സ്പോർട്ടിങ്ങിന് കളിക്കണം, പോർച്ചുഗലിൽ കളിക്കണം. ബട്ട് അവിടെയും അത് ജയിച്ചായിരുന്നു. ദേ വർ പെർഫോമിങ്. ഇവിടെ അത് അങ്ങനെയല്ല, എല്ലാവരും ബാഡ് സീസണിലായിട്ടാണ് വരുന്നത്. പിന്നെ അന്ന് ആ ഒരു സിംഗിൾ ഡ്രൈവ് അവർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടിയില്ല വെച്ചാൽ അറ്റ്ലീസ്റ്റ് മെസ്സിക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യണം. ഈ ഭാഷ ഇപ്പോൾ എന്താ, മെസ്സി പിന്നെയും പോയിട്ട് പറയണം എനിക്ക് വേൾഡ് കപ്പ് എടുത്തരണം പറഞ്ഞിട്ട് വെച്ചാൽ അവർ വിചാരിക്കില്ല ഇത് എന്താ ഒന്ന് കിട്ടിയില്ല, ഇനി എന്തിനാ ഒന്നും കൂടി. നീക്കോ പാസ് പുതിയ യങ് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. നീക്കോ പാസിന് ഇഞ്ചുറി ഇതാണ്, ആളൊരിക്കും എന്തിനാ ഇത് കളിക്കുന്നുണ്ടാവില്ല. ഫസ്റ്റ് നോക്കൗട്ട്സ് ഒന്നും ചിലപ്പോൾ കളിക്കുന്നുണ്ടാവില്ല. ഫസ്റ്റ് റൗണ്ടിൽ ഈവൻ മെസ്സി കളിക്കുമെന്ന് സംശയം. അപ്പോൾ അതാ ഞാൻ പറയണതേ. അപ്പോൾ ആ ഒരു ഹോട്ട് ക്ലൈമറ്റിൽ ഇത് പിന്നെയും എടുത്ത് ആ ഒരു ഡ്രൈവിൽ ഡെലിവറി ചെയ്യാൻ യു ആർ ആസ്കിങ് ഫോർ ടു മച്ച്. ബിക്കോസ് ഇപ്പം നമ്മൾ തന്നെ, ഇപ്പം ഞാനൊരു പണി ചെയ്തു, അതേ പണി ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ചെയ്യാച്ചാൽ എനിക്ക് ആ ഒരു ഡ്രൈവ് ഉണ്ടാവില്ല. എനിക്ക് വേറെ എന്തെങ്കിലും അതിന് മുമ്പിൽ വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാം, ആ ടീമിലേക്ക് നമ്മൾ പുതിയ ഏതെങ്കിലും ഒരു ആൾക്കാരനെ കൊണ്ടുവന്നിരുന്നു വെച്ചാൽ ആ ഡ്രൈവ് ഉണ്ടായി. ഇപ്പോൾ അത് അങ്ങനെയല്ലോ, എനിക്ക് കിട്ടി, ഞാൻ അവിടെയും കിട്ടി, എനിക്കിവിടെ ഒരു നല്ല അമേരിക്ക കറങ്ങാൻ എനിക്ക് 2 മാസമായി. അത് കഴിഞ്ഞിട്ട് വിൽ ഗോ ബാക്ക് ടു അവർ ലീഗ്. അവിടെ എന്താ ചെയ്യാം. മെസ്സി ഇപ്പം മയാമിയിലാണല്ലോ കളിക്കുന്നത്. അപ്പം അതിൻ്റെ അപ്പം അതന്നെ, അപ്പം മെസ്സിയുടെ വീട്ടിൽ പാർട്ടി അല്ല, ആ ഒരു ക്ലൈമറ്റോട് മെസ്സി ഓക്കെയാണ്. പിന്നെ മെസ്സിക്ക് അധികം റിസ്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഞ്ചുറി ഫ്രീ ആയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട്. അല്ല വേണ്ടല്ലോ, അർജന്റീനിയൻ ഫുഡ് കഴിക്കാൻ എല്ലാവരും മെസ്സിയുടെ വീട്ടിലേക്ക് പോകും, അത്രേ ഉള്ളൂ. അവിടെ പാർട്ടി ചെയ്യാണ്ട് വീട്ടിലേക്ക് പോകാം. ഓക്കെ, എന്നാലും കൂട്ടിയിട്ട്. പക്ഷേ എനിക്ക് ചാൻസ് ഉണ്ട്. ഇപ്പോൾ നീ പറഞ്ഞ പോലെ ലേസി ആവാൻ ചാൻസ് ഉണ്ട്.
അതെ, കാരണം ഇത്രയും കംഫർട്ടും കാര്യങ്ങളും പിന്നെ ആ നീ പറഞ്ഞ പോലെ ഹങ്കറൊക്കെ പോയി കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും കൂടിയിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ഇവർക്ക് കളി അങ്ങ് കളിച്ച് ആദ്യത്തെ ഒരു 10 മിനിറ്റ് അങ്ങ് കഴിയുമ്പോഴേക്കും കളിയുടെ ചൂടൊന്ന് കൂടി കഴിയുമ്പോൾ ആ ടീം ഒന്ന് സ്ട്രോങ് ആവും. കാരണം അവർ ഈ മറ്റേ എന്താ പറയുക, ഈ ചൂടാക്കി ഇരുമ്പ് പോലെയാണ്. ചൂടാകും തോറും ഇരുമ്പിന് ആ ഒരു ഇത് സ്ട്രെങ്ത് വരുന്ന ഫ്ലെക്സിബിലിറ്റി വരുന്ന പോലെ അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ദേ വിൽ ബി റണ്ണിങ്. പിന്നെ ഫസ്റ്റ് റൗണ്ട് ഇപ്പോൾ ഈ വേൾഡ് കപ്പ് പറഞ്ഞാൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് വേൾഡ് കപ്പാണ്. ഏറ്റവും കൂടുതൽ ടീംസ് ഉണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ എന്തായാലും കടക്കുമെന്നാണ് അല്ല അതന്നെ ഞാൻ പറയണത്. ആ ഒരു ചൂട് എപ്പോൾ കിട്ടണോ അതിനനുസരിച്ചിട്ടാണ്. ലാസ്റ്റ് സീസണിൽ സൗദി അറേബ്യയുടെ അടുത്ത് കിട്ടി, അപ്പോഴാണ് അവിടുന്ന് അവര് അർജന്റീന ഒരു ടീമായി മാറിയത്. അതേപോലെ ഇവിടെ ഉണ്ട്. ബട്ട് ആ ചൂടുള്ളത് ചിലപ്പോൾ നോക്കൗട്ടിൽ എവിടെയെങ്കിലും കിട്ടിച്ച പിന്നെ കാര്യം കഴിഞ്ഞു. അതെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും. തോൽവി കിട്ടുവാണെങ്കിൽ ആദ്യം തന്നെ കിട്ടണം, ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഒരു രക്ഷയുള്ളൂ. അല്ലെങ്കിൽ നീ പറഞ്ഞ പോലെ നേരത്തെ അർജന്റീന എൻ്റെ ഒരു അഭിപ്രായത്തിൽ എക്സിറ്റ് ആവും തന്നെയാണ്. പക്ഷെ അഗൈൻ മെസ്സി ഫാക്ടറാണ്. മെസ്സി ആ ടീമിനെ അപ്ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടീം കളിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സോ. ഇത് ആ 3 ടീമിലുള്ള ഫാക്ടർ തന്നെയാണ്. അവിടെ നെയ്മാർ ഉണ്ട്, ആൾക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ റൊണാൾഡോ ഉണ്ട്. പക്ഷേ നെയ്മറിനെ കമ്പയർ ചെയ്യരുത്. അല്ല ഞാൻ പറയണതെന്ന് വെച്ചാൽ ആ 3 ടീമിനെയും, റൊണാൾഡോ അവിടെ പോർച്ചുഗലിലുണ്ട്. ഞാൻ ശരിക്കും പറയാ പോർച്ചുഗലിന്റെ സിറ്റുവേഷനാണ് അങ്ങനെയല്ല, അർജന്റീനയുടെ ലാസ്റ്റ് വേൾഡ് കപ്പിന്റെ സിറ്റുവേഷനാണ് ഇപ്പോൾ പോർച്ചുഗലിനുള്ളത്. അവർക്ക് ആ ഒരു ഫയർ ഉണ്ടാവും, ഇവർക്ക് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, എന്തായാലും വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു സംഭവമാണ് അർജന്റീനയ്ക്ക് എന്ന് പറഞ്ഞാൽ. കാരണം ഹങ്കർ വേഴ്സസ് ഡിസയർ റൈറ്റ്. അപ്പോൾ ലെറ്റ്സ് സീ എങ്ങനെയായിരിക്കും എന്നുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണാം.